ശ്രീ എം വി ബെന്നിക്ക് ABC-യിലേക്ക് സ്വാഗതം. ബെന്നിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അദ്ദേഹം സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് 2 നൂറ്റാണ്ടോളം പ്രവർത്തിച്ച ആളാണ്. സാഹിത്യരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള സാഹിത്യ പരിഷത്ത്. അതുകൂടാതെ മാധ്യമപ്രവർത്തകനായിരുന്നു. മലയാളം വാരികയുടെ ചുമതല ഏതാണ്ട് 10 വർഷത്തോളം കൊണ്ടുനടന്നു. എഴുത്ത്, ചിന്ത, പ്രസംഗം ഇതിലൊക്കെ ബെന്നി വലിയ അടയാളപ്പെടുത്തലുകൾ മലയാളത്തിൽ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ABC-യിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. നമ്മളിന്ന് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് എനിക്ക് ശ്രീ ബെന്നിയോട് ചോദിക്കാനുള്ളത്. അതായത് ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വലിയ ചർച്ചകൾ CPM-ലാണ് ഏറ്റവും വലിയ ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾ നടക്കുകയാണ്. പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ തൊട്ട് സ്റ്റേറ്റ് കമ്മിറ്റി, ഇപ്പോൾ CC കേന്ദ്ര കമ്മിറ്റിയുടെ ചർച്ചയും കഴിഞ്ഞു, വിലയിരുത്തൽ, ഇലക്ഷൻ റിവ്യൂ കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് CPM-ഉം മറ്റ് പ്രതിപക്ഷ കക്ഷികളും ചൂണ്ടിക്കാട്ടുന്നത് CPM-ൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹിന്ദു വോട്ടുകളാണ്. ഹിന്ദു വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും ഈഴവ വോട്ടുകളാണ്. ഈഴവ വോട്ടുകൾ CPM-നെ കൈവിട്ടിരിക്കുന്നു. ശരിയാണോ ഇത്? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. ഈ മാർക്സിസ്റ്റ് പാർട്ടിയല്ല, EMS ഒക്കെ നടത്തിയിരുന്ന അന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. മാത്രമല്ല SFIയുടെ എറണാകുളം അരേസ് കോളേജിലെ SFIയുടെ ചെയർമാനും അവിടെ മാഗസിൻ എഡിറ്ററും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പരിചിതമല്ലാത്തൊരു മേഖലയല്ല CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പൊതുവിൽ രാഷ്ട്രീയം. രണ്ടാമത്തെ കാര്യം, ഞാൻ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് പള്ളുരുത്തിയാണത്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രവും അദ്ദേഹം സ്ഥാപിച്ചൊരു സ്കൂളും. ആ സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥിയാണ് ഞാൻ. പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ, പിന്നീട് NCPയുടെ ഒക്കെ നേതാവായി പഴയ MLA 3 ടൈമിൽ MLA ഒക്കെ ആയിരുന്ന പീതാംബരം മാഷാണ് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ. അപ്പോൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സ്കൂള്, SDPI ആ സ്കൂളും അവിടുത്തെ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ പീതാംബരം മാഷക്കുള്ളൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ പീതാംബരം മാഷക്ക് പീതാംബരൻ എന്ന് പേരിട്ടത് ശ്രീനാരായണ ഗുരുവാണ്. അങ്ങനെ ഒരു കഥയുണ്ടല്ലേ? അങ്ങനെയുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഈ നവോത്ഥാനത്തിൻ്റെ നേരവകാശികളാണെന്ന് ഞങ്ങൾക്കും മെയിന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു പശ്ചാത്തലം, അന്തരീക്ഷം. യഥാർത്ഥത്തിൽ എൻ്റെ കുടുംബം തൃശ്ശൂർക്കാരാണ്. അപ്പനമ്മമാർക്ക് ട്രാൻസ്ഫറായി വന്ന് ഇപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെയാണ് നമ്മുടെ പ്രദേശം. അവിടെ പോകുമെങ്കിലും ഇതാണ്. അപ്പം അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു അജ്ഞാതമായ പരിചയപ്പെടുത്തലൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടി അറിയാം. സ്നേഹവും ചിലപ്പോൾ ഒക്കെ ഇടയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ലവ് ഹെയ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ശത്രുതയൊന്നുമല്ല. എന്നാലും ചെറിയ വിമർശനങ്ങൾ ഞാൻ ഉന്നയിക്കും. ചിലപ്പോൾ ചില വിമർശനങ്ങൾക്ക് ഒരു മറുപടി പറയേണ്ടി വരും. എന്നാലൊരു ലവ് ഹെയ്റ്റ് റിലേഷൻ എന്ന് പോലും പറയണ്ട, സാമാന്യം നല്ല ബന്ധം, സഹവർത്തിത്വത്തിൽ പോകും. അങ്ങനൊരു ഇല്ല. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് ഒരു തോൽവി ഉണ്ടാകുന്നത്. തോൽവിക്ക് ഏതെങ്കിലും ഒറ്റ കാരണമല്ല. ആ കാരണങ്ങളിൽ പലതും ഉള്ളതിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തോ പെൻഷൻ കൊടുത്തില്ല, അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, 100,000 അത്തരം ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നടക്കുന്നതിനിടയിൽ എനിക്ക് പക്ഷേ തോന്നിയിട്ടുള്ളത് കുറച്ച് കാലം മുമ്പ്, അതായത് ഒരു 6 മാസം മുമ്പ് പറഞ്ഞാൽ, ഈ BJPയുടെ ഒരു പാലാക്കാരൻ, ഒരു പരമേശ്വരൻ നമ്പൂതിരിയോ ഒരു നമ്പൂതിരി TV ചർച്ച, എനിക്ക് അങ്ങ് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് കുറച്ച് നേരം സംസാരിച്ചു. ഒരു 6 മാസം മുമ്പാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ ഞാനന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം, ഇപ്പം നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നൊരു സന്ദർഭത്തിലാണെങ്കിൽ ഈഴവർ മാർക്സിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ആളെ പോലെ അത്രയും വികാരഭരിതരാണ് മാർക്സിസ്റ്റ് പാർട്ടി. നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഇതേ ആവേശത്തിൽ ഹിന്ദുത്വത്തെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനൊരു മാറ്റം ഇവരുടെ വരുന്നുള്ളത് ആളിന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഹിന്ദുത്വത്തിനെ ഡിഫെൻഡ് ചെയ്യാനും ആളുള്ളപ്പോൾ, കാരണം ഇവരുടെ എല്ലാവരുടെയും പലതരത്തിലുള്ള ഉപജീവനങ്ങൾ നടക്കുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ യൂണിയൻ, പല പല തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അതാണ്. അപ്പോൾ അതുകൊണ്ട് അവരതിൽ ഒരു നിയന്ത്രണം
അത്തരം സന്ദർഭങ്ങളിൽ മൂന്നാമതൊരാളുണ്ടെങ്കിൽ പാലിക്കും, അല്ലെങ്കിൽ അതല്ല. അപ്പോൾ ഇങ്ങനൊരു മാറ്റം ഈ ആളുകളുടെ ഇടയിൽ കാണുന്നുണ്ട് പള്ളുരുത്തിയിൽ. അത് അഖില കേരള അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല അങ്ങനൊരു സംഭവം. അപ്പോൾ പുള്ളിയെ ചിരിച്ചുകൊണ്ട് പുള്ളി അതിന് ചില മറുപടികൾ, പുള്ളിയുടേതായ മറുപടികളൊക്കെ പറഞ്ഞു. ഇത് കൂടാണ്ട് ഒരു മാർക്സിസ്റ്റ് അനുഭാവിയായ സാമാന്യം നല്ല ആഢ്യ ഈഴവെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരാൾ എന്നോടന്ന് പറഞ്ഞത്, ബെന്നി ഇത് 100 കണക്കിന് ഗ്രൂപ്പുകളിപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ വളരെ വലിയ ശതമാനം ഈഴവർക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുമാണ്. എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട്, എല്ലാവർക്കും ഇല്ല എന്നല്ല. പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ നമ്മളറിയാത്ത ഒരു വിവരവിനിമയം നടക്കുന്നുണ്ട്. കാരണം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളും നമ്മളും ഒക്കെ മാനസിക പൊരുത്തമുള്ളവരെ മാത്രമാണല്ലോ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക, അല്ലാത്തവൻ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനൊരു ഗ്രൂപ്പുകൾ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന അളവിൽ ഉള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് പഴയ അവസ്ഥയിൽ വോട്ട് കിട്ടുമെന്ന് ധരിക്കുന്നത് തെറ്റാണെന്ന് ഇയാൾ എന്നോട് പലതവണ പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം, സോഷ്യൽ മീഡിയയിൽ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്ക്, മറ്റേ ഫേസ്ബുക്കൊക്കെ ആകുമ്പോൾ പിന്നെയും പലരും നോക്കും, ഇത് ആ ഗ്രൂപ്പുകൾ അത് സാമാന്യം ശക്തമായ രീതിയിലുള്ളൊരവസ്ഥ കേരളത്തിലുണ്ട്. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കാം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ബാക്ക് ബോണായ വെള്ളാപ്പള്ളി കൊണ്ട് പറയാറുണ്ട്, അതായത് ഈ കൊല്ലുന്നതും ചാവുന്നതും ഈഴവരാണ്. അത് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളെ കുറിച്ചാണ്. അങ്ങനെ CPM-ൻ്റെ ബാക്ക് ബോൺ ആയിരുന്ന ഈ സമുദായം എന്തുകൊണ്ടാണ് പതുക്കെ BJP-യോട് അല്ലെങ്കിൽ ഹിന്ദുത്വയോട് ഒരു ആഭിമുഖ്യം കാണിക്കുന്നത്? ആ മാറ്റത്തിന് കാരണം എന്താ? എനിക്ക് ഈഴവർക്ക് മറ്റ് മതങ്ങളുമായിട്ട് പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഈ പറയുന്ന സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ജാതി എന്താണെന്ന് അറിയില്ലായിരുന്നു. കാരണം അങ്ങനൊരു വാചകം എൻ്റെ സ്കൂളിൽ ഞാൻ കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ വെറുതെ പറയണമെന്നായിരിക്കും. അത്രയ്ക്ക് സെക്കുലറായി വിവിധ മതസ്ഥരായ അധ്യാപകരും ഒക്കെയുള്ള ഈഴവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള അധ്യാപകരുടെ ഒരു സെക്കുലർ അറ്റ്മോസ്ഫിയറിലാണ് അന്നത്തെ കാലത്ത് ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ കാലക്രമത്തിൽ, പ്രത്യേകിച്ച് അടുത്ത കാലത്ത്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ള ശങ്ക ഇവർക്ക് വരുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മറ്റാരെങ്കിലും പ്രീണിപ്പിക്കുന്നുണ്ടോ എന്നുള്ള ഇതൊക്കെ വിശദാംശങ്ങളെടുത്ത് പരിശോധിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. അതെ, അതായത് ഈ മുസ്ലിം പ്രീണനം ആണ് പ്രധാനപ്പെട്ട പ്രശ്നം അല്ലേ ഇവരെ വികാരപരമായി ബാധിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കുമ്പോൾ എന്തോ 60 കൊല്ലത്തിനിപ്പുറത്ത് മുസ്ലിം MP-മാരുടെ പെർസെൻറ്റേജ് കുറയാനുണ്ടായത് ഇന്ത്യയിൽ. അതായത് കണ്ടത് അല്ല, എല്ലാ പാർട്ടികളും മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥികളാക്കാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ സ്ഥിതിവിവര കണക്ക് കൃത്യമായിരിക്കണം. നമുക്കത് അതിനെക്കുറിച്ച് അത്രയും ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അഹിതമായി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അതല്ല അവർക്ക് നഷ്ടമാണോ ഉണ്ടായത്, ഇതൊക്കെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു തോന്നൽ ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികൾക്കും ഉള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങളെക്കാൾ ഒട്ടും കുറവല്ലാത്ത ഫേവർ ക്രിസ്ത്യാനിക്കും കിട്ടിക്കാണും. പക്ഷേ ക്രിസ്ത്യാനികളും പരാതിക്കാരാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവിടുത്തെ കാര്യമല്ല, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പല ആനുകൂല്യങ്ങൾ ഞാനിപ്പോൾ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഞാൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹൈക്കോടതിയുമായിട്ടൊക്കെ ലൈസൻസ് ചെയ്യുന്ന ലൈസൺ ഓഫീസറായിരുന്നു. AG വഴി ലൈസൺ ഓഫീസറായിട്ടാണ് ഞാൻ സർവീസിന് റിട്ടയർ. ഇപ്പോൾ നിങ്ങൾക്ക് മൈനോറിറ്റി കോളേജുകളിൽ പ്രിൻസിപ്പളാകാൻ സീനിയോറിറ്റി മാറാനല്ല, 15 കൊല്ലം സർവീസുള്ള ആരെയും മാനേജ്മെൻറ്റിന് പ്രിൻസിപ്പളാക്കാം. അതേസമയം പിന്നോക്ക സമുദായമായ SNDP-യുടെയോ മറ്റതുപോലുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കോളേജിൽ ഇത് നടക്കില്ല. അവർ ഹിന്ദുക്കളാണ്. മറ്റത് പറ്റും എന്നുള്ളതിൻ്റെ മര്യാദകേട്, അതായത് പള്ളിയും പട്ടക്കാരും എല്ലാവരും കൂടെ ചെന്ന് അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് തിരുത്തിക്കേണ്ട ഒരു മര്യാദകേട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അക്കിനാസ് കോളേജിൽ എൻ്റെ അടുത്ത സുഹൃത്ത് അവിടെ 29 കൊല്ലം സീനിയറായിരുന്നു. അയാൾ ലത്തീൻ കത്തോലിക്കനാണ്. ആ കോളേജ് ലത്തീൻ കത്തോലിക്കരുടെയാണ്. ഇയാൾക്ക് കൊടുക്കാതെ 15 കൊല്ലത്തിന് മേൽ സർവീസുള്ള ആൾക്ക്
പ്രിൻസിപ്പളാക്കി ആൾ പ്രിൻസിപ്പളായി, മറ്റേ ആൾക്ക് കിട്ടിയില്ല, ആൾ റിട്ടയർ ചെയ്ത് ഇപ്പം മരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മര്യാദകേട്, അതായത് നിങ്ങൾ മതന്യൂനപക്ഷത്തിന് കൊടുക്കുന്ന ആനുകൂല്യമാണെങ്കിൽ മതന്യൂനപക്ഷത്തിനകത്തെങ്കിലും സീനിയോറിറ്റി നോക്കണമല്ലോ. അതെ അതെ, അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പക്ഷേ കുറച്ചുകൂടെ എന്താ വെച്ചാൽ അന്ന് സ്കൂളുകളും കോളേജുകളും കൂടുതൽ ക്രിസ്ത്യാനികൾക്കാണല്ലോ, മുസ്ലിങ്ങൾക്കല്ല. പക്ഷേ അതിലേക്ക് ഫോക്കസ് കുറയും നമ്മുടെ. പക്ഷേ മുസ്ലിങ്ങൾക്കോടാണ് ഫോക്കസ് മുഴുവൻ. അപ്പോൾ ഞാൻ പറയുന്നത് സത്യസന്ധമായി പരിശോധിച്ചിട്ട് നമുക്കെന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ചില കാര്യങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ സാമ്പത്തിക സഹായം ഒരു കാലത്ത് കിട്ടിയിരുന്നു, പണ്ടത്തെ കാലത്ത് കിട്ടിയിരുന്നു. ഇപ്പോൾ ക്രിസ്ത്യൻ സ്കൂളുകളും കോളേജുകളും ഒക്കെ പണിയാനോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് പിൽക്കാലത്ത് അവർക്കും ഈ ഗൾഫ് ഭൂമിന് ചേട്ടൻ അവർക്കും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മേൽക്കൈ ഇത്തിരി ഒരു മേൽക്കൈ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ അളവിൽ ഹിന്ദുക്കൾ പരസ്പരം സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഹിന്ദുക്കൾ മറുപടി പറയേണ്ട പ്രശ്നമാണ്. അതെ അതെ, പക്ഷേ എന്നിരുന്നാലും ഈ ഹിന്ദുക്കൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഈ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ള തോന്നൽ ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയ തോതിൽ ശക്തമായിട്ടുണ്ട്. അതിന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിൽക്കുന്നു എന്നുമുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ചൈനക്കാരുടെ കഥ പറഞ്ഞ പോലെയാണ്. ലോകത്ത് എവിടെ മുസ്ലിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ചൈനക്കാർ മുസ്ലിം പക്ഷം പിടിക്കും. അവൻ്റെ ചൈനയിൽ അവൻ തല്ലിക്കൊല്ലും. അതെ അതെ, ഉയ്ഗൂർ മുസ്ലിങ്ങൾ നമ്മൾ കാണുന്നതാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഈ LDF ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള 1.5 മന്ത്രിയാണല്ലോ ഈ മന്ത്രിസഭയിലുള്ളത് മുസ്ലിം. ഒരു മരുമകൻ മന്ത്രി, മറ്റാത്തൊരാളും കൂടെ കാണുമായിരിക്കും. അപ്പോൾ ഈ വർത്തമാനമൊക്കെ പറയും, മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഭയങ്കര ഡയലോഗ് അടിക്കും, മുസ്ലിങ്ങളെ ഞങ്ങളാണ് സംരക്ഷകരെന്ന് പറയും. ഇത് പക്ഷേ ഇതിൻ്റെ പ്രയോജനം ഭരണതലത്തിൽ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് മുസ്ലിങ്ങൾക്ക്. പക്ഷെ പരിഗണന കിട്ടുന്നില്ല. പരിഗണന കിട്ടുന്നുണ്ട്, പക്ഷേ ആ പരിഗണന നിങ്ങൾക്ക് അതനുസരിച്ചുള്ളൊരു സാമ്പത്തിക അധികാരം, ഞാൻ പറഞ്ഞ അവർ പണിയെടുത്തുണ്ടാക്കുന്ന കാശിൻ്റെ കാര്യമല്ല. സാമ്പത്തിക അധികാരത്തിൻ്റെ മാത്രമല്ല, ഇപ്പോൾ ജെൻഡർ ന്യൂട്രൽ സ്കൂളുകൾ വരാൻ പറഞ്ഞു. സമസ്ത ഒരു തിട്ടൂരാർക്ക് ഇപ്പോൾ പിൻവലിച്ചു. ഒരു കളക്ടറെ ആലപ്പുഴ നിയമിച്ചു, സമസ്ത പറഞ്ഞപ്പോൾ പിൻവലിച്ചു. ഇങ്ങനെ ഭരണത്തിൽ സമഗ്രമായി നമ്മൾ മുൻകാലങ്ങളിൽ 10 വർഷം മുമ്പ് സമഗ്രയെന്നോ SKSSF എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടുപോലും. അവരൊക്കെ അഭിപ്രായം പറയുന്ന തരത്തിലേക്ക് വരുന്നു. അത്തരം ചില വിഷയങ്ങൾ, ഇപ്പം ഈ ഷംസീർ പറഞ്ഞ ഗണപതി മിത്ത് വിവാദം, തിരിച്ചൊരു ചോദ്യം വരുന്നു, അപ്പോൾ അള്ളാഹു മിത്താണോ? അപ്പോൾ ഷംസീറിൻ്റെ മറുപടി, ഞാൻ പരീക്ഷയ്ക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാത്ത കുട്ടിയായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടെമ്പോ ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ മുസ്ലിം പ്രീണനം ആണെന്ന് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ഞാൻ പറയാം, ബീങ് എ ക്രിസ്ത്യൻ, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സാമ്പത്തിക അധികാരം, അതായത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അധികാരം വിനിമയം ചെയ്യുന്നതിൽ മുസ്ലിങ്ങൾക്ക് ഡോമിനേഷൻ ഉണ്ടോ, അതിൻ്റെ കണക്കെന്താ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവർക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ എൻ്റെ ഒരു തോന്നലനുസരിച്ച് ഒരു പൊടി അവരെക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ക്രിസ്ത്യൻസിനായിരിക്കും. പക്ഷേ ക്രിസ്ത്യൻസ് ഇപ്പോൾ 80-20 ഫോർമുല പറഞ്ഞു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിങ്ങൾക്ക് കൊടുത്തു. പക്ഷേ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടിട്ടേ ഇല്ല ഇതുവരെ. അല്ല, അതിൽ ഇപ്പോൾ സംവരണ പ്രശ്നത്തിൽ ഉള്ളൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇപ്പോൾ സംവരണ പ്രശ്നത്തിൽ ഈ ക്രിസ്ത്യൻസ് സവർണനും അവർണനും എന്നുള്ള മട്ടിൽ ഒരു ഡിവിഷൻ സംവരണ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ലാറ്റിൻ ക്രിസ്ത്യൻ സംവരണം കിട്ടും, സിറിയൻ ക്രിസ്ത്യൻ സംവരണം കിട്ടില്ല അല്ലേ. അതേസമയം മുസ്ലിങ്ങൾക്ക് എല്ലാ മുസ്ലിമിനും സംവരണം കിട്ടും. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾ അതിലുള്ളൊരു മര്യാദ കിടന്നു വെച്ചാൽ, എൻ്റെ മതപരമായ ശരി തെറ്റൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ നമ്മുടെ സെയ്ദ് എന്നൊക്കെ പറയുമ്പോൾ തങ്ങൾ അതെ, അവർ സ്വയം അവരിങ്ങനെ ആൾക്കാർ പറയുന്നത്, മുസ്ലിങ്ങൾ പൊതുവേ പറയുന്നത്, എല്ലാവരും അല്ല എന്നാലും പറയുന്നത് നബിയുടെ വംശജരാണ്. ഈ നബിയുടെ വംശജൻ ഒരു പിന്നോക്കക്കാരനല്ലല്ലോ, അല്ലെങ്കിൽ പിന്നോക്കക്കാരനായി ചെയ്യേണ്ട ആളല്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിൽ വിവേചനം അനുഭവിക്കപ്പെട്ടുള്ള ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവർക്ക് സംവരണം കൊടുക്കണം, എന്തെങ്കിലും തരത്തിൽ വിവേചനം അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളൊരു മതത്തിൽ എല്ലാവർക്കും സംവരണം കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ താല്പര്യം അല്ല. അതിന് ഇവർ ചെയ്ത പണി എന്തറിയോ? അതായത് കേരളത്തിൽ ഇപ്പോൾ ഈ കനേഡിയൻ ഹിസ്റ്റോറിയനായ റോളൻ ഡി മില്ലറുടെ ഒരു പുസ്തകമുണ്ട്, മാപ്പിള മുസ്ലിംസ് ഓഫ് മലബാർ. അതൊരു സ്റ്റഡി മെറ്റീരിയലാണ്. അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു, കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണെന്ന് പറഞ്ഞു.
പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അങ്ങനെ ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 കൂട്ടരെ അങ്ങ് ഒഴിവാക്കിയത് ആരൊക്കെയെന്ന് അറിയോ? കച്ചി മേമൻ, ബോറ, നവായത്ത്, തുലുക്കൻ, ദക്കിനികൾ. ഇവിടെ മൈക്രോ മൈനോറിറ്റി പോലും ഇല്ലാത്ത 5 കൂട്ടരെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാവരും മാപ്പിളയാണെന്ന് ഒരു ജിയോ ഇറക്കി. അത് മാത്രമല്ല, ഇവരിൽ പലരെയും മറ്റവർക്ക് ഇഷ്ടമല്ല. അതെ, കാരണം ഇതിൽ ഷിയാക്കളും പെടുന്നുണ്ട്. ഷിയാക്കളുണ്ട്. ഇവിടെ സുന്നികളാണ് കേരളത്തിലെ മെജോറിറ്റി. അപ്പോൾ ഷിയാക്കളെ ഒഴിവാക്കിയത് കൊണ്ട് ഷിയാക്കൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാൻ ഉള്ള ആളില്ല. എനിക്ക് പരിചയമുണ്ട് കൊച്ചിയിലെ ഷിയാക്കളെ, കൊച്ചിയിലെ പരിചയമുണ്ട്. അവർ ഒരിക്കലും കൊച്ചിയിൽ താമസിക്കുന്ന ഷിയാക്കൾ മറ്റ് മുസ്ലിങ്ങളുമായിട്ടോ മറ്റ് സമുദായവുമായിട്ടോ ആരുമായിട്ടും ഒരു കലഹത്തിനുമില്ല. അവരവരുടെ പാട് നോക്കി ജീവിക്കണം. കാരണം വെച്ചാൽ ആൾബലമില്ലാത്തതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് ഇവർക്കെതിരെ തിരിയാം. അതുകൊണ്ട് അവർ അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഒഴിവാക്കുന്നത് അത്രയ്ക്ക് നല്ല ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നില്ല. അത് നമ്മൾ അവർക്കിതൊന്നുമില്ല. അതിപ്പോൾ സൂചിപ്പിക്കലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുത്താൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നതിനകത്തൊരു ഈക്വാലിറ്റിയുടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ എല്ലാ അതൊരു കാര്യമായ തന്നെയാണ്. ഇപ്പം നമ്മൾ ഏതൊക്കെ ജാതിയായാലും ഏതൊക്കെ മതമായാലും ഒരു അടിസ്ഥാനപരമായി മലയാളിക്ക് ഉണ്ടായിരുന്നതും ഉണ്ടാകേണ്ടതും നാളെ തുടരേണ്ടതും എന്ന് വെച്ചാൽ തുല്യനീതിയെക്കുറിച്ചുള്ളൊരു സങ്കല്പമാണ്. നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് തുല്യനീതി കിട്ടിയെങ്കിൽ നമ്മൾ ക്ഷോഭിക്കും. ഒരു സമുദായത്തിൽ ജനിച്ചു പോയതുകൊണ്ട് മാത്രം ഇപ്പോൾ അയാൾക്ക് വിവേചനം ഉണ്ടായിരുന്ന കാലത്തുള്ള കോമ്പൻസേഷൻ ആവശ്യമുള്ള ഘട്ടത്തിൽ അത് കൊടുക്കുകയും വേണം. അതായത് വിവേചനം അനുഭവിച്ച ഒരു ചരിത്രം അവർക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിന് കോമ്പൻസേഷൻ അവർക്ക് കിട്ടാൻ വേണം. ഈ കോമ്പൻസേഷൻ പറഞ്ഞപ്പോഴാണ് ഓർത്തത്, വെള്ളാപ്പള്ളിയുടെ കൊള്ളൊക്കെ ഉണ്ടാക്കിയ വിവാദമാക്കിയ ഒരു പ്രസ്താവനയുണ്ടല്ലോ. ഈ കോഴിക്കോട് ഈ മാൻഹോളിൽ ഇറങ്ങിയ നൗഷാദ്, ഒരാളെ പെട്ട ആളെ നൗഷാദ് ഇറങ്ങി രക്ഷപ്പെടുത്തി. നൗഷാദിന് ഉടനെ 10 ലക്ഷം രൂപ കൊടുത്തു. സമാനമായി ഇവിടെ ആലുവയിലോ മറ്റോ പുഴയിൽ പോയ ഒരാളെ രക്ഷപ്പെടുത്തിയപ്പോൾ അയാൾക്ക് 2 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. അത് രാഷ്ട്രീയക്കാരുടെ ഒരു കുഴപ്പം കിടക്കണമെന്ന് വെച്ചാൽ, രാഷ്ട്രീയക്കാർ ഇപ്പം നിങ്ങളുടെ ജാതി ഏതാണോ നിങ്ങളെ പ്രീതിപ്പിക്കണമെന്ന് നിങ്ങളെ ആൾക്കാരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇതുപോലത്തെ തെറ്റ് ചെയ്യും. ഇത് തെറ്റാണെന്ന് അവനറിയാം, പക്ഷേ അങ്ങനെ പറഞ്ഞ് സൂചിപ്പിക്കുമല്ലോ. അപ്പം മറ്റൊരു അപ്പുറത്ത് ശബ്ദം ഉണ്ടാക്കും. പക്ഷെ അത് തെറ്റ് തന്നെയല്ലേ? തെറ്റ് തന്നെ. രണ്ടുപേരും രക്ഷാപ്രവർത്തനം ഭരിച്ചു, ഒരേപോലെ കൊടുക്കണ്ടേ? ഒരു സംശയമില്ല. ഒരു ട്രാജഡി ഉണ്ടായാൽ തുല്യനീതി കിട്ടണമല്ലോ. ഒരു ട്രാജഡി ഉണ്ടാകുമ്പോൾ അത് അതിനകത്ത് വേറെ ന്യായമൊന്നുമില്ല. പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് ചെയ്യുന്നത്. അല്ല, ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ മരിച്ച 2 ലക്ഷം കിട്ടിയ പാവപ്പെട്ടവൻ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഇതിപ്പോൾ പണ്ട് ഉള്ള പാർട്ടി അല്ലല്ലോ. ആ കാലം മാറി. കാരണം വേറെ തരം ആളുകളും വേറെ തരം അന്തരീക്ഷമൊക്കെ ഒരു പാർട്ടി. ഞാൻ ചെറിയ ഒരു 3 ഉദാഹരണം പറയാം പെട്ടെന്ന്. EMS നേതാവായിരിക്കുന്ന കാലത്ത് നമ്മുടെ PA ജോസഫ് LDF-ലേക്ക് വരാൻ ആഗ്രഹിച്ചൊരു കാലമുണ്ട്. അപ്പോൾ EMS പള്ളിയെയും പട്ടക്കാരനെ തള്ളി പറഞ്ഞിട്ട് വരാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി LDF-ലേക്ക് എന്ന് പറഞ്ഞൊരു പരസ്യ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു EMS. അതുപോലെ ശരീഅത്ത് പ്രശ്നത്തിൽ അത്ര മുസ്ലിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി എടുത്തു. തലശ്ശേരി ഭാഗത്ത് ഒരു കലാപത്തിനൊക്കെ ശേഷം ഒരു ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, കലാപം ഉണ്ടായ സമയത്ത്. അപ്പം നിങ്ങൾ 100% സെക്യുലർ അല്ലെങ്കിലും ഒരു 98%-എങ്കിലുമൊക്കെ നിങ്ങൾ സെക്യുലർ ആണെന്ന് സമൂഹത്തിന് തോന്നണമല്ലോ, ഭാവിക്കെങ്കിലും വേണം. ആ തരത്തിലുള്ളൊരു വൈദഗ്ധ്യം ഇല്ലാതെ ഈ എന്തെങ്കിലും ഒരു പ്രീണനം മാത്രമാണ് എന്നുള്ള മട്ടിലേക്ക് പ്രവർത്തിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാകുകയും അതിൻ്റെ ഒപ്പം അത് ക്യാമ്പയിൻ ചെയ്യാൻ കെൽപ്പുള്ള ഈ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ, വിശേഷിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഈഴവർക്കിടയിൽ സജീവമാവുകയും ചെയ്തപ്പോൾ ഞാൻ ഇതിനകത്ത് കാണുന്നൊരു പ്രധാന പോയിൻ്റ് എന്താ വെച്ചാൽ, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള ഈഴവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സംഘടനയൊന്നുമില്ല. SNDPക്ക് മലബാറിൽ വലിയ സ്വാധീനമൊന്നുമില്ല. ഇപ്പോൾ SNDPക്ക് സ്വാധീനമുള്ള സ്ഥലത്തും SNDP പറഞ്ഞാലൊന്നും ഈഴവരുടെ വോട്ട് കിട്ടില്ല. ഈഴവർക്ക് അവരുടേതായ അഭിപ്രായമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഏതെങ്കിലും ഈ ക്രിസ്ത്യൻ പള്ളിയിലെയോ മുസ്ലിം പള്ളിയിലെയോ മല്ലാക്കയോ പള്ളിയിലച്ഛനോ പറഞ്ഞാൽ ആ സമുദായത്തിന് 10 വോട്ട് കിട്ടും. പക്ഷേ ഇവിടുത്തെ ശാന്തിക്കാരൻ അങ്ങനെ ഇലക്ഷനിൽ ഇടപെട്ടാൽ അയാളെ പിരിച്ചു വിടുമെന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഈഴവർ പിരിച്ചു വിടും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കണ്ടേക്കണം. അതെ അതെ. പക്ഷേ ഈ വലിയ പൊളിറ്റിക്കൽ സെൻസുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ടേ, ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈഴവ കമ്മ്യൂണിറ്റിയിൽ മഹാഭൂരിപക്ഷത്തിനും പിണറായി വിജയൻ മകളെ റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ചെത്തുകാരൻ്റെ മകനാണ് എന്നൊക്കെ പറയുന്ന പിണറായി
അങ്ങനെ ചെയ്ത് ഇഷ്ടപ്പെടാം. എനിക്ക് ഒരുപാട് പേരോട് സംസാരിച്ചു. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളിയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ കല്യാണം കഴിച്ചതല്ല. ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, വെള്ളാപ്പള്ളി തുടങ്ങിയ കാലത്ത് നമ്പൂതിരി മുതൽ നായാടി വരെ നല്ല ക്യാമ്പയിനുമായിട്ട് തുടങ്ങിയത്. പക്ഷേ പുള്ളി വിചാരിച്ച അളവിൽ അത് ഈഴവർ എൻഡോഴ്സ് ചെയ്തില്ല അന്ന് എൻഡോഴ്സ് ചെയ്തില്ല. അപ്പോൾ ആ പടം മടക്കി പുള്ളി ഷെഡിൽ വെച്ചു. അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി വന്നു. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഈഴവ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കാൻ ഞാൻ കാരണമായി എന്നുള്ളൊരു ചിന്ത ഈഴവർക്കിടയിൽ ഉണ്ടാകരുത്. അത്തരം വിഷയം വരണം. മറ്റേ ആർ ശങ്കറുമായി ബന്ധപ്പെട്ടുണ്ട്. ആർ ശങ്കരന് നിർണായക സമയത്ത് സഹായിക്കേണ്ട ഒരു കാലുവാരി എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേ ആക്ഷേപം വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഉണ്ടാകരുത് ധരിച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനൊരു നിലപാട് എടുത്തത്. കാരണം വെള്ളാപ്പള്ളിയെ ഏകപക്ഷീയമായി സപ്പോർട്ട് ചെയ്യണമെന്ന് ധരിച്ചോട്ടെ, ഒരു പ്രശ്നമൊന്നുമില്ല പുള്ളിക്ക്. പക്ഷേ അതോടൊപ്പം പുള്ളി ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഈ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നൊരു ക്യാമ്പയിൻ. അതിൽ നിന്ന് പോകാനും മാറാനും പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ ഒരു വൈരുദ്ധ്യത്തിൽ വെള്ളാപ്പള്ളി നിലനിൽക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളിയുടേതായ ഒരു വൈരുദ്ധ്യം നിലപാടിച്ചാൽ ബേസിക്കലി ഇപ്പോൾ നമുക്കറിയാമല്ലോ, വെള്ളാപ്പള്ളിയുടെ ഭാര്യയും മകനും ഒക്കെ BJP കേന്ദ്രീകരണമുള്ള പാർട്ടി ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവരൊക്കെ അവിടെ പ്രസംഗിക്കാനൊക്കെ പോയി, മകൻ മത്സരിക്കുകയൊക്കെ ചെയ്തു. അതിപ്പോൾ ഈ ആധുനിക കാലത്ത് നമ്മൾ ഫെമിനിസം പറയുന്നവരുടെയൊക്കെ വീടുകളിലുള്ള സ്ഥിതി അനുസരിച്ചാണെങ്കിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. ഈ നമ്മളൊക്കെ പഴയ തലമുറയാണല്ലോ. അപ്പോൾ നമുക്ക് അഹിതമായ ഒരു കാര്യത്തിന് ഭാര്യയും പോകാൻ മടിക്കും, ഭാര്യയ്ക്ക് അഹിതമായ ഒരു കാര്യത്തിന് പോകാൻ നമ്മളും മടിക്കും. വേണ്ട, ഒഴിവാക്കാം, ആൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ. വെള്ളാപ്പള്ളിയൊക്കെ എന്നേക്കാൾ പ്രായമുള്ള ആളാണ്, പഴയ തലമുറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്യാമ്പയിന് പോയി, അല്ലെങ്കിൽ അയാളുടെ മകൻ മത്സരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് നിഷ്കളങ്കമാണ് കാര്യങ്ങൾ നമ്മൾ ധരിക്കണമെന്നില്ല. പുള്ളിയുടെ ആകെയുള്ള പ്രശ്നം ഒരു ഈഴവ മുഖ്യമന്ത്രിനെ താഴെ ഇറക്കാൻ ഞാൻ കാരണമായി എന്നൊരു തോന്നൽ ഈഴവർക്കിടയിൽ ഉണ്ടാകരുത്. അത് പുള്ളി സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പുള്ളിക്ക് ഇപ്പോൾ വീണ്ടും മറ്റേ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വീണ്ടും വന്നു. അല്ല, പുള്ളിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്കറിയാവുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ മഹാഭൂരിപക്ഷത്തിനും ഈ ഒരു വിവാഹം ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അവർക്ക് അതിനുള്ള പൂർണ്ണ അവകാശമുണ്ട്. സമുദായത്തിൻ്റെ പ്രവർത്തകരുമല്ല, കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ന നിലയിൽ അവ ചെയ്യാം. പക്ഷേ ഈഴവർക്ക് അങ്ങ് രുചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, ഇതിലിപ്പോൾ അവരുടെ കല്യാണത്തിൻ്റെ കാരണം നമ്മളൊക്കെ ഞാനൊക്കെ പ്രേമിച്ച് കെട്ടിയ ആളെ തന്നെ കെട്ടിയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പെണ്ണ് ഒരാളിനൊക്കെ പ്രേമിച്ച് കെട്ടിയെന്നൊക്കെ പറഞ്ഞൊരു മഹാഭാരതമായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും. പക്ഷേ ഇത് രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്. അതെ. അപ്പോൾ അതിനും ഒരു പുതുമയുണ്ട്. അതും കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ അതും അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് അത്രയൊക്കെ ശിഥിലമായി കഴിഞ്ഞു. അതും ഈഴവ വികാരം ആളി കത്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉണ്ട്. പിന്നെ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു തമാശ ഇതിനകത്തുള്ളത് ആളുകൾ കാണുന്നത്, ഒരാൾ കട്ടം മോട്ടിച്ച് ഉണ്ടാക്കിയ സ്വത്തുക്കൾ അത് ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഭാവിയിലെത്തുമല്ലോ. അതൊരു ചെറിയ വിഷയമല്ല. അത് AKGയുമായി ബന്ധപ്പെട്ടും ആ പരമ്പരയിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഞാനിതൊന്നും പോയി അന്വേഷിച്ച് നടന്നിട്ടുള്ള ആളല്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പലതവണ വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ ഒരു വേറെ മതത്തിൽ നിന്ന് കെട്ടിയോ കെട്ടാതിരിക്കുകയോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, ഇപ്പോൾ ഏത് മതത്തിൽ നിന്ന് കെട്ടിയാലും ഒരു കുഴപ്പമില്ല, കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത തുല്യമാണ്. മതം നോക്കിയിട്ടല്ലോ. അതുകൊണ്ട് കുട്ടി ഉണ്ടാകും. നമ്മൾ പണ്ട് ഒരു വലിയ വിറ്റുണ്ട്, ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരു ജാപ്പാനീസ് എഴുത്തുകാരി കൊച്ചിയിലുണ്ടായിരുന്നല്ലോ, തക്കോക്ക ചെമ്മീൻ നോവലന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ചെമ്മീൻ നോവൽ അവരിവിടെ നമ്മുടെ ഷിപ്പ്യാർഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവർ ചെമ്മീൻ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഈ ചെമ്മീൻ നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ജപ്പാനീസ് ഭാഷയിൽ ചെന്നപ്പോൾ ജപ്പാൻകാർക്ക് അത് വായിച്ചിട്ട് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലെ എഴുത്തുകാർക്ക് സന്തോഷമായി. കാരണം ഇത് ഏറ്റില്ലല്ലോ, തകഴി വിശ്വസാഹിത്യം എന്നൊക്കെ പറയുമെങ്കിലും ഈ വാളയാറ് കഴിഞ്ഞാൽ പിന്നെ ഇത്ര അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അവിടെ ഏറ്റില്ല. അപ്പോൾ പിന്നീട് അവർ മരിക്കുന്നതിന് ഞാൻ ഒരിക്കൽ അവരെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതല്ല, അവിടെ ഉണ്ടായ കോമഡി, ജപ്പാനിലുണ്ടായ കോമഡി ജപ്പാൻകാർക്ക് ഇത് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുള്ളത് വാസ്തവമാണ്.
ജപ്പാൻകാർ നോക്കുമ്പോൾ ഈ പെണ്ണും ചെറുക്കനും നല്ല ആരോഗ്യമുള്ള ആളുകൾ, യുവാക്കൾ, പരസ്പരം പ്രണയവും ഉണ്ട്. പിന്നെന്താ അവർ കല്യാണം കഴിക്കാത്തത്? അതെ അതെ. അപ്പോൾ ഈ ഇവർ പറഞ്ഞ അത് 2 ജാതിയാണ്. ആ 2 ജാതിയാണെങ്കിൽ കുട്ടികളുണ്ടാവുമല്ലോ. ജപ്പാൻകാർക്ക് അത്രയേ അറിയാവുള്ളൂ. എന്തോ ഭ്രാന്താണല്ലോ അവർ കണ്ടു. അപ്പോൾ ആ തരത്തിലുള്ള കാര്യമുള്ളൂ. ഇപ്പോൾ 2 കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യതയും തുല്യമാണ്. പക്ഷേ ഇത് ഒരു സ്വത്തിൻ്റെ ഇൻഹെറിറ്റ് ചെയ്യൽ. കാരണം നമ്മളൊക്കെ കഥ വെള്ളാപ്പള്ളി പിണറായി ജീവിച്ചിരിക്കുന്ന കാലമായി ബന്ധപ്പെടുത്തിയാണ് ഈ കഥ കാണുന്നത്. മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ലല്ലോ, അതിൻ്റെ അപ്പുറത്തേക്കും കഥ മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ എന്നാലും എൻ്റെ അഭിപ്രായം അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ തീരുമാനം. അത് എനിക്ക് തോന്നുന്നു പിണറായി വല്ലാതെ മുസ്ലിം പ്രകടനം നടത്തുന്നു. മകളെ പോലും കൊടുത്തു എന്ന തരത്തിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുണ്ട്. അത് ഒട്ടും ശരിയായി എന്നോട് ചോദിച്ചിട്ടുള്ള ആളുകളുണ്ട്. നമ്മൾ ഈ കൗമുദിയൊക്കെ ആയിട്ട് നിന്നുകൊണ്ട് ഈ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ട്. അത് പിണറായി മതം മാറിയിട്ടുണ്ടോ? മുണ്ടിപ്പോൾ ഇടത്തോട്ടല്ലേ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങളന്ന് ആരെങ്കിലും പറയുന്നത് നോക്കരുത്. നിങ്ങൾ ഈ പറയുന്ന ക്യാമ്പയിൻ നിങ്ങളോട് ചോദിച്ചെന്ന് പറഞ്ഞൊരു ക്യാമ്പയിനില്ലേ, ഈ ക്യാമ്പയിൻ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പടം കണ്ടു. ഇടത്തോട്ട് പോക്കലിൻ്റെ അല്ല, ഇടത്തോട്ട് കൊണ്ട് ഒഴുകേണ്ടതല്ല. ഇടക്കിടക്ക് ഇവിടെ ഗൾഫിൽ പോകുന്നുണ്ട്. അപ്പോൾ ബാക്കി ഊഹിക്കാം. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ ഒരു പടം കണ്ടു എന്ന് നോക്കരുത്. ഈ പടത്തിലെ കരയൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും ആക്കാൻ ഇന്നത്തെ കാലത്ത് നിസ്സാരമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇത്തരം സംശയം ഉണ്ടെങ്കിൽ ഈ രാഷ്ട്രീയമായി എതിർക്കാം, പക്ഷെ അപവാദവും ഇല്ലാത്തതും പറയരുത്. പിണറായി പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ പോകും, അദ്ദേഹത്തിൻ്റെ മുണ്ടങ്ങോട്ടാണെന്ന് നോക്കും. പക്ഷെ ഇതൊക്കെ പാവപ്പെട്ട ആളുകളുണ്ടാവും. അല്ല, അതിൽ പിണറായിയുടെ ഭാഗത്തൊരു പെസകളെന്ന് വെച്ചാൽ, പിണറായി ഈ നമ്മളിപ്പോൾ EMSൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ, ഞാൻ EMS മഹാനാണെന്ന് അഭിപ്രായമില്ലാത്തവരൊക്കെ ഉണ്ടാവാം. ഞാൻ പക്ഷേ EMSനെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് EMSൻ്റെ ഈ അങ്ങൂര അനുകരിക്കുന്നത് മഹാത്മാഗാന്ധിനെയാണ്. കാരണം എല്ലാ ദിവസവും നടക്കുന്നത് അന്നൊന്ന് എഴുതിപ്പോവും. അപ്പോൾ EMS കൊറിയയിൽ പോയപ്പോൾ എന്ത് സംഭവിച്ചു, ചൈനയിൽ പോയപ്പോൾ എല്ലാ ദിവസവും എങ്ങനെ, പുള്ളി ഒരു ജേർണലിസ്റ്റാണ്. പുള്ളിയുടെ ജീവിതം അന്നെന്നുള്ളത് അന്നൊന്ന് എഴുതിപ്പോയി. അപ്പോൾ അതുകൊണ്ട് പുള്ളിയായി ബന്ധപ്പെട്ടൊരു അപവാദം ഉണ്ടായാൽ അതിനന്ന് തന്നെ അത് ക്ലാരിഫൈ ചെയ്യും, അതിന് മറുപടി പറയും പുള്ളി. ഈ ഇങ്ങോരുടെ കാര്യത്തിൽ ഈ ആവശ്യമില്ലാത്ത ഈഗോ പുള്ളിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി, ആവശ്യമില്ലാത്ത ഈഗോ. ഇപ്പം ഇവരുടെ വീട് സംബന്ധിച്ച് എന്തോ ഒരു വ്യാജപടം എന്തൊക്കെ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം ഉണ്ടായി. ഞാനന്ന് കാസർഗോഡ് ജോലി ചെയ്യുമ്പോൾ ഈ പിണറായിക്കാരി ഒരു സ്ത്രീ കാസർഗോഡ് എൻ്റെ ഓഫീസിൽ ടൈപ്പിസ്റ്റുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ പറഞ്ഞു എനിക്കൊന്ന് പിണറായിയുടെ വീട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിങ്ങനെ കോൺട്രവേഴ്സി നിൽക്കുന്ന കാലത്ത് മാർബിൾ എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണാൻ അപ്പോൾ ഇവർ പറഞ്ഞ പോകാം, അവരുടെ വീടിനടുത്താണ്. അവർ CPIക്കാരിയാണ്, ഒരു CPIക്കാരിയാണ്. പക്ഷേ അതൊന്നും അത്ര സേഫല്ല. എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് 5 മിനിറ്റ് എങ്ങനെ നോക്കിയാൽ സംഭവം കൈവിട്ടു പോകും. ഇതൊന്നും വേറെ നാട്ടിലില്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ EMSൻ്റെ വീടിൻ്റെ വാതിക്ക് നോക്കിയെന്നോ അല്ലെങ്കിൽ അതുപോലത്തെ ഫോട്ടോ എടുത്താലും എന്താ പ്രശ്നം, അതൊക്കെ പോയി അത്രേ ഉള്ളൂ. ഇതല്ല, ഇതിങ്ങനെ ഈ ആവശ്യമില്ലാത്തൊരു മസിൽ പിടുത്തം. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അതെ, ഈ മസിൽ പിടുത്തം പുള്ളിക്ക് ഉടനീളമുണ്ട്. എന്നാൽ എനിക്ക് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് 3 സന്ദർഭങ്ങൾ വെള്ളാപ്പള്ളി പിണറായി വിജയനുമായിട്ട് 3 സന്ദർഭങ്ങൾ, മൂന്നാമതൊരാളില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടായൊരു 3 സന്ദർഭങ്ങളുണ്ട്. പക്ഷേ പേഴ്സണൽ ടോക്കിൽ പരിപൂർണ്ണ മാന്യതയും മര്യാദയും എനിക്കും അനുഭവമുണ്ട്. അതാണ് എനിക്കും അനുഭവമുണ്ട്. നമ്മൾ ഈ പൊതുവേദിയിൽ കാണുന്നതല്ല, അല്ല നേരെ ഡിഫറൻ്റ് ആയ ഒരു പിണറായി ഞാൻ കണ്ടിട്ടുണ്ട്. അത് 2-3 പേര് മാത്രം ഇരിക്കുന്ന ഒരിടത്ത് വെച്ച് റിലാക്സ്ഡ് ആയ ഇത്രയേറെ ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കൽ മലയാളം വാരികയിൽ ഞാൻ വർക്ക് ചെയ്യും. അന്ന് മലയാളം വാരിക പരിപൂർണമായും അച്യുതാനന്ദൻ സ്തുതിയാണ് മലയാളം വാരിക. ഞാൻ ആ കാലത്തൊരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചു. ഇവിടെ AK സെൻറ്ററിൽ ഒരു പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ. പുള്ളി പിറ്റേ ദിവസത്തേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തന്നു. ഞാനവിടെ ചെന്നു. പുള്ളി അവിടെ ഇരുന്ന ആ ഇൻ്റർവ്യൂവിൽ. എന്നാൽ എനിക്ക് ആ ഇൻ്റർവ്യൂ തരാതിരിക്കാനുള്ള കാരണങ്ങൾ വീക്കിലി തന്നെ ഉണ്ട്. കാരണം വീക്കിലി പൊതുവേ പിണറായി VS സ്തുതിയാണ്. അപ്പോൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ ചെയ്തില്ല. പുള്ളി ചോദ്യങ്ങൾക്കെല്ലാം വളരെ പകലോടെ തന്നെ സംസാരിച്ചു. നല്ല പെരുമാറ്റം.
ഒരിക്കൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കും ഒരു ഊർജ്ജ കേരള അവാർഡ് എനിക്ക് ഇലക്ട്രിസിറ്റി മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇതാണ് തന്നത്. 2-3 സന്ദർഭങ്ങൾ അതുപോലത്തെയുണ്ട്. ഈ 3 സന്ദർഭങ്ങളിലും പുള്ളി മര്യാദയോടെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ട മിതത്വം പാലിച്ചുകൊണ്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പക്ഷേ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പുള്ളിയുടെ പ്രശ്നങ്ങൾ ഈ വീടിൻ്റെ പടം ഇന്നതാണെന്നും പറഞ്ഞ് ആ ദേശാമില്ല ഒരു പടം കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ തന്നെ EMSൻ്റെ അല്ല ഈ പിണറായിയുടെ വീടാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വീട് ഇതല്ല പിണറായിയുടെ വീട്. ദേശാമിൽ ഒരു വാർത്ത കൊടുത്താൽ പിറ്റേ അതിൻ്റെ ഫോട്ടോ കഴിഞ്ഞു അത്ര. അല്ല ഇപ്പോൾ തന്നെ ഈ മാസപ്പടി കേസാണെങ്കിൽ തന്നെയും അദ്ദേഹം ഒരക്ഷരം വേണ്ടിയിട്ടില്ല, അത് ഡിഫ്യൂസ് ചെയ്യാവുന്നതാണ്. അല്ല മാസപ്പടി കേസ് അത്ര ലളിതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഏജൻസികളിലൊക്കെ അന്വേഷണം വന്നാൽ ഫൈൻ അടക്കുന്നതാണല്ലോ ശിക്ഷ. അതെ. രണ്ടിപ്പോൾ ഞാൻ എൻ്റെ കണക്ക് കൊടുത്തതിൽ കൃത്രിമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് എന്നെ പിടി ജയിലിലിടില്ല. ഇല്ല, ഫൈൻ അടക്കണം. ഫൈൻ അടച്ചത് കഴിഞ്ഞു. ഫൈൻ അടച്ചല്ലോ, തീർന്നു. ഫൈനെതിരെ ഇവർ കോടതിയിൽ പോയില്ല. സെറ്റിലാണ് ഇഷ്യൂ. എങ്ങനെ സെറ്റിൽഡായി? ഫൈൻ അടച്ച്. ആ ഫൈൻ അടച്ചതിനെതിരെ കോടതി പോയിട്ടുമില്ല. അപ്പം അതുകൊണ്ട് അതത്ര നിഷ്കളങ്കമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞ അതല്ല, അല്ലാത്ത കാര്യങ്ങളിൽ ഈ ഇപ്പോൾ എന്തോ ഒരു പ്രസംഗത്തിൽ ഒരു പെൺകുട്ടി എന്തൊരു മുസ്ലിം പെൺകുട്ടിയാണ് ഇങ്ങോരുടെ നല്ല വാക്കുകളെ പ്രശംസിച്ചുകൊണ്ട് വാദം പറഞ്ഞു. പുള്ളി അപ്പം തന്നെ അമ്മാതിരി കമൻ്റൊന്നും വേണ്ട. എനിക്ക് വേണമെന്നെങ്കിൽ അദ്ദേഹത്തിന് പറ്റാത്തത്ര ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. ഗംഭീരമായ ഒരു പ്രസംഗത്തിന് വേണ്ടി മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. അതൊക്കെ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി നിലവാരത്തിലല്ല. ഇപ്പോൾ ആ സ്ഥാനത്ത് നായനാരാണെങ്കിൽ ഇതേ കമൻറ്റ് തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഡിഫ്യൂസ് ചെയ്യും. ഇത് ആവശ്യമില്ലാത്ത മസിൽ പിടുത്തമാണ്. ആളുകളോട് പബ്ലിക്കിനെ കൂടെ നിർത്തണം, പബ്ലിക്കിനോട് പറയാനുള്ളത് പറയണം, പബ്ലിക്കിന് വിഷമം തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അധികാരിക്ക് പറയേണ്ടി വരും. അതല്ലാത്ത ഈഴവ സമുദായത്തിന് പിണറായിയോടുള്ള ഒരു മമത കുറഞ്ഞു അല്ലേ? അത് കുറഞ്ഞു. CPM-നോടുള്ള BJP-യോടുള്ള അടുപ്പം കൂടുകയും ചെയ്തു. ഒരു ഹിന്ദുത്വ അനുഭാവത്തിലേക്ക് അവർ മാറുന്നു. അതിന് ആക്സിലറേറ്റ് ചെയ്യുമോ, കൂടുമോ? ആക്സിലറേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയേക്കുന്നത് ഈ BJP എന്നുള്ളത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. അതിപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചാക്കിട്ട് പിടിച്ച് വന്ന കുറേ ആൾക്കാരാണ് കേരളത്തിലെ BJP. അവർ നാളെ എങ്ങോട്ട് പോകുമെന്ന് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവും, ഇല്ലാത്തപ്പോൾ അവർ തിരിച്ചു വരികയോ പോവുകയൊക്കെ ചെയ്യാം. അതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് പ്രധാന ഫാക്ടർ മറ്റ് പാർട്ടികളും RSSും തമ്മിലുള്ള അല്ലെങ്കിൽ BJPയും തമ്മിലുള്ള ഒരു പ്രധാന നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിവാർ സംഘടനകൾ നമ്മൾ പറയുമല്ലോ, എല്ലാ പാർട്ടികൾക്കും അവരുടേതായ പോഷക സംഘടനകളുണ്ട്. ഇപ്പോൾ CPM ആണെങ്കിൽ ഈ വർഗ ബഹുജന സംഘടന എന്ന് പറയും. എല്ലാവർക്കും അങ്ങനെ സംഘടന ഉണ്ട്. അതിൽ പാർട്ടിയാണ് അവസാന വാക്ക്. SFI വഴിയേറ്റിന്ന് പാർട്ടി പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ SFI പിരിച്ചു വിടും. കാരണം അതിനൊരാളുണ്ടാവും, പാർട്ടിയുടെ ചുമതല കൊടുക്കുന്ന ഒരാളുണ്ടാവും. അതെല്ലാ പാർട്ടികൾക്കും ഉണ്ടാവും. RSSൽ പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുള്ളത്, RSSൻ്റെ ഒരാൾ BJPയിലുണ്ടാവും, അല്ലെങ്കിൽ BJPയിൽ അവർക്ക് ചുമതല നിർവഹിക്കാൻ സഹായിക്കേണ്ട ആളുകൾ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരാൾ മാത്രമല്ല, പലരും. ഇപ്പോൾ ഈ കുമ്മനം അവരൊക്കെ BJP അല്ലല്ലോ, അവരൊക്കെ RSSകാരാണ്. അല്ല, RSS മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അവിടെ ഉണ്ടാവും RSSൻ്റെ കാര്യത്തിൽ. അപ്പോൾ RSSൻ്റെ താഴെയാണ് BJP. ഇടക്കാലത്ത് BJP അത് മറന്നുപോയോ എന്നൊരു സംശയം വന്നു. RSSൻ്റെ മേലെയാണ് BJP എന്ന് ഒരു അഖിലേന്ത്യാ തലത്തിൽ ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അത് അത്ര സേഫർ ഒരു കാര്യമായിരുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ ഇടവരുടെ കേസിൽ ഇടവരുടെ കേസിൽ വരുമ്പോൾ ഈ സംഘടനാ ബലം ഈ ഈഴവരെ പോലെ പ്രബലമായൊരു സമുദായം, കേരളത്തിലെ പ്രബലമായ ഹിന്ദു സമൂഹം, അവരെ കൊണ്ടു നടക്കാൻ തക്ക ഒരു സംഘടനാശേഷി ഇവർക്കായിട്ടില്ല. അതായത് BJP പറഞ്ഞ പോലെ തട്ടിക്കൂട്ട് സംഘടനയാണ്. പഴയ കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. RSS ആ അർത്ഥത്തിൽ അത്രയും
മനസ്സതിന് വേണ്ടി അർപ്പിക്കുന്നുണ്ടോ എന്നും ഉറപ്പാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പള്ളുരുത്തിയൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള സ്ഥലത്തൊന്നും അവിടെയൊന്നും RSSൻ്റെയോ BJPയുടെയോ പ്രവർത്തനം കൊണ്ടല്ല ഈഴവർ വോട്ട് ചെയ്തേക്കണത്. ഈഴവർ സ്വന്തം നിലക്ക് അവർ ഹിന്ദുവാണെന്ന് തിരിച്ചറിഞ്ഞെന്നോ അവർ ഹിന്ദുവാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് BJP. പണ്ട് അവർ അങ്ങനെയല്ല, അല്ല ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ വോട്ട് ചെയ്ത്, നിങ്ങൾ മറ്റേ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഉണ്ടല്ലോ നിങ്ങൾക്ക് എന്നുള്ള മട്ടിൽ ഉദാസീനമായിട്ട് അവരവരുടെ അതൊരു വലിയ മാറ്റമല്ലേ? വലിയ മാറ്റമാണ്. പക്ഷേ എഞ്ചിനീയറിംഗിൽ തന്നെ വലിയ മാറ്റം വരുവാണ്. വലിയ മാറ്റമാണ്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത്, കണ്ടിന്യൂ ചെയ്യാൻ തക്ക ഒരു ഓർഗനൈസേഷണൽ മെഷീനറി മറ്റവർക്കില്ല എന്നുള്ളതാണ്. BJP അത് നിലനിർത്തും. BJP ആണ് തീരുമാനിക്കേണ്ടത്. ഈഴവർ റെഡിയായി, റെഡിയാണ്. നിങ്ങളത് മേയിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അടിസ്ഥാന ചോദ്യം. അതെ. അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. അതിപ്പം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് പറയുന്ന വേറൊരു ലോജിക്കുണ്ട്. അതായത് UDF അധികാരത്തിൽ വരുന്നതിനേക്കാളും ഇഷ്ടം LDF വരുന്നതാണ്. UDF വന്നാൽ മുസ്ലിം ലീഗിന് 4, 5, 6 മന്ത്രിമാരുണ്ടാവും. അപ്പോൾ കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം വരും. അതിൽ ഭേദം LDF ആണ് എന്ന് കരുതുന്ന ഈഴവ വോട്ടർമാരും BJP വോട്ടർമാരിൽ ഇപ്പോൾ ഒരു 20% ഉണ്ട്. അതിലൊരു 5% കൂടെ സ്വിച്ച് ചെയ്തങ്ങ് പോയാൽ വീണ്ടും LDF അധികാരത്തിൽ വരും. BJPക്കും UDF വരാതിരിക്കുകയാണ് താല്പര്യം. അതെ, ഇതിൽ അത്ര ലളിതമല്ല അല്ലെങ്കിൽ നിഷ്കളങ്കമല്ലാത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ, അപ്പോഴാണല്ലോ ഈ മുസ്ലിങ്ങളുടെ തീവ്രവാദമൊക്കെ പറയണത്. ഈ പണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്നതിന് നമ്മൾ അനുകൂലമായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്. പണ്ടും അല്ലായിരുന്നു. അത് ഉള്ളി കിടക്കുന്നുണ്ട് ഈ പ്രശ്നം. അപ്പോൾ മുസ്ലിം വിരുദ്ധ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്രൈസിസ് കുറച്ചുകൂടെ ക്ലെവറായിട്ട് മാനേജ് ചെയ്തത് ക്രിസ്ത്യാനിറ്റിയാണ്. അവർ പള്ളിയിൽ പോകാത്ത യുക്തിവാദിയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാത്ത ആൻ്റണീനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. ഇഷ്ടമല്ലെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും പള്ളിയിൽ പോകുന്നൊന്നുമില്ലല്ലോ വിചാരിക്കും. അത് കഴിഞ്ഞപ്പോൾ അവർ യഥാർത്ഥ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിനെ മുഖ്യമന്ത്രിയാക്കി. അപ്പോൾ പിന്നെ ഇത് രണ്ടും പ്രശ്നമായി. പക്ഷേ ഈ ക്രിസ്ത്യാനി ഹിന്ദു തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേരളത്തിൽ. അത് പ്രധാന നിലയ്ക്കലൊരു ഇഷ്യൂ മാത്രമല്ലേ ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തുള്ള, ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു തൃശ്ശൂർ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ എൻ്റെ അവിടെ ഒരു കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഇപ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രമാണ്. അത് പണ്ട് ഈ നമ്പൂരിമാർ നടത്തിയിരുന്ന അവരുടെ ക്ഷേത്രമാണ്. ഇപ്പോൾ അത് ദേവസ്വം ബോർഡാണ്. ഇതിൻ്റെ 2 അതിരിലുള്ള പ്രോപ്പർട്ടി ഞങ്ങളുടെ വീട്ടുകാരുടെയാണ്. അതിലൊരു കഷ്ണം എൻ്റെ അപ്പൻ്റെയും അവരുടെയൊക്കെ തന്നെയാണ് പ്രോപ്പർട്ടി. 2 അതിരും 2 അതിര് റോഡുമാണ്. അതായത് ഈ അമ്പലത്തിൻ്റെ ഈ നമ്പൂരിമനയുടെ തൊട്ടയൽവാസികൾ ഞങ്ങളുമാണ്. ഈ 2 കൂട്ടരും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒഴുകാലത്തും ഉണ്ടായിട്ടില്ല. 2 കൂട്ടർക്കും പക്ഷേ സംവരണമില്ലാത്ത സമുദായമാണെന്നും കൂടെ ആ ഒരു ഫ്രറ്റേണിറ്റിയും കൂടെ അന്ന് ഊഹിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാകാം. അപ്പോൾ ഇവർ തമ്മിൽ പിന്നെ പൊതുവിൽ ഈ തൃശ്ശൂരൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത്, തൃശ്ശൂർ പൂരം ഹിന്ദുക്കൾ പോലെ തന്നെ മതിമറന്ന് ആഘോഷിക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂരിലെ ക്രിസ്ത്യാനികൾ. ഇപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശത്ത് അക്കാലത്ത് ഈ കുടമാറ്റത്തിലൊക്കെ ഇവരൊക്കെ ഇവിടെ ഞങ്ങളുടെ ഭാഗത്തുള്ള ക്രിസ്ത്യാനികളൊക്കെ തിരുവമ്പാടി പക്ഷമാണ്. അപ്പോൾ തിരുവമ്പാടി പക്ഷത്തിന് എന്തെങ്കിലും ക്ഷതം ഉണ്ടായാൽ സഹിക്കില്ല. നമ്മുടെ വീട്ടിൽ മരണം ഉണ്ടായ പോലെ ആയിപ്പോവും. തൃശ്ശൂർ ക്രിസ്ത്യാനികൾ അത് പറഞ്ഞാൽ ഇവർക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുകയില്ല. ഇതങ്ങനത്തെ ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ അതിപ്പോൾ വേറെ ഭാഗത്ത് ക്രിസ്ത്യാനികൾ ചിലപ്പോൾ പാറമേക്കാവായിരിക്കും. ഇതൊന്നും പൂരം എല്ലാവരുടെയും കൂടിയാണ്. പൂരത്തിൻ്റെ അതിലൊന്നും കയറി ചൊറിയരുത്. ഇത്തവണ അവിടെ പോയി അലമ്പുണ്ടാക്കി. സുരേഷ് ഗോപി ജയിക്കാനുള്ള കാരണങ്ങളൊന്ന് പൂരം പോയി അലമ്പാക്കി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്താൽ അത് പൊതുവെ തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് പിടിക്കില്ല. ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിലുള്ള പോലത്തെ തരം ഒരു ചെറിയൊരു പ്രശ്നം തൃശ്ശൂർ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നില്ല. ഇത് കൊച്ചി രാജ്യമാണ്, മറ്റേത് തിരുവിതാംകൂറാണ്. രണ്ടിനും ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കുറച്ചൊരു തർക്ക വിഷയങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ശക്തൻ തമ്പുരാൻ്റെ കാലത്തുണ്ടായിരുന്നൊരു മേൽക്കൈ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നില്ല. അവരിൽ കാശില്ലാത്തവർ ആയിരുന്നു എന്ന അർത്ഥത്തിലല്ല, പൈസ ഉള്ളവരൊക്കെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്.
പക്ഷേ ഏതാണ്ട് മിക്കവാറും തൃശ്ശൂർ ക്രിസ്ത്യാനികളെ അവിടെ പുനരുദ്ധരിപ്പിച്ചത് ശക്തൻ നമ്പുരാനാണ്. കച്ചവടം നടത്താനും വ്യാപാരം നടത്താനും ഒക്കെ ആയിട്ട്. ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ തൃശ്ശൂരത്തെ ഞങ്ങളുടെ ഇടവപ്പള്ളി, അത് മുക്കാട്ടുകര എന്ന് പറയും. അവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഈ വൈലോപ്പള്ളിയുടെ വീട് ഉണ്ടായിരുന്നത്, താമസിച്ചിരുന്നത്, നെല്ലങ്കര. ഇത് മുക്കാട്ടുകര. ഈ മുക്കാട്ടുകര പള്ളി ഒരു ഗതിയില്ലാത്ത ആൾക്കാരല്ല അവിടുത്തെ ക്രിസ്ത്യാനികൾ, അത്യാവശ്യം ബിസിനസ്സൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ ശക്തൻ നമ്പുരാനത് കരം ഒഴിവാക്കി കൊടുത്തു. നിങ്ങൾ കാശില്ലാത്ത ആൾക്കാരല്ല, എന്നാലും കരം ഒഴിവാക്കി കൊടുത്തു. പള്ളി എന്ന് പറഞ്ഞാൽ അതൊരു പ്രിവിലേജാണ്. അതെ അതെ, ഞങ്ങൾ ഓണർ ചെയ്യാണ്, ഗവൺമെൻറ് ഓണർ ചെയ്യാണ്. അങ്ങനെ ഒരു പരിഗണന അവിടെ ഉണ്ടായിരുന്നു. അത് പൊതുവേ ഞാനീ പറഞ്ഞില്ല, അപ്പുറത്ത് നമ്പൂതിരി മനയായിട്ട് ചേർന്ന് ജീവിക്കുമ്പോഴൊക്കെ ഈ ഒരു സൗകര്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൊതുവേ അവർക്ക് അങ്ങനെ ഒരു ഹിന്ദു വിരോധം ഇല്ല. അല്ല, നമ്മൾ സബ്ജക്റ്റ് ഇവിടെയും മുസ്ലിങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ ബോധമില്ലാത്ത കുറച്ച് തീവ്രവാദ സെറ്റുകൾ വന്ന് വിരുമിപ്പിച്ച് അതാണ് അതിലൂടെയാണ് വലിയ ഹിന്ദുക്കൾക്കും ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും ഒരു വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എന്നോടൊരു കഴിഞ്ഞ തവണ ഒരു മുസ്ലിം സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ ഇടയിൽ ഒരു 5% കാണും തീവ്രവാദികൾ. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണില്ല. അതെ അതെ, ഒരു 1.5% കണ്ടേക്കാം. പക്ഷേ ഈ 1.5% ഉണ്ടാക്കുന്ന പേടിപ്പിക്കലുണ്ടല്ലോ, അത് മറ്റൊരെയും പേടിപ്പിക്കും. ഇതിപ്പോൾ 1.5% പേര് കൂട്ടിയാൽ ഇത്രേ കൂടുള്ളൂ. രാജ്യത്തിന് പട്ടാളവും പോലീസും സൗകര്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെതായിട്ടുണ്ട്. ഒരു പരിധിയൊന്നും എളുപ്പമൊന്നും തീരണ കേസുമല്ല. പക്ഷേ ഇത് വന്നതോടുകൂടി എന്ത് പറ്റി, നമ്മൾ പരസ്യമായിട്ട് ഇവനെ തള്ളിപ്പറയാത്തതുകൊണ്ട് അതാണ് പരസ്യമായി തള്ളിപ്പറയാത്തത് പേടിച്ചിട്ടാണ്. തള്ളിപ്പറയാത്തത് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ തള്ളിപ്പറഞ്ഞാൽ അവനെ വെറുതെ വിടൂ. ഇപ്പം നമ്മൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ പറയാൻ അതോട് സംഭവിക്കുന്നത് എന്താണ്? അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഈ ഹിന്ദുക്കളുടെ ഇടയിലുണ്ടായ ഈ തോന്നൽ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കിടയിലുണ്ടായ തോന്നൽ, ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ, പ്രത്യേകിച്ച് ഈ മുസ്ലിം വിരുദ്ധമായൊരു മനോഭാവം. അത് നമ്മളിപ്പോൾ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറയുന്ന വലിയ അർത്ഥത്തിൽ പറയുന്ന വാക്ക്, അത് വേറൊരർത്ഥത്തിൽ ഇവിടെ ഒരു 1.5% പേര് കുഴപ്പമുണ്ടാക്കി. ആ കുഴപ്പം മൊത്തം ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെച്ചു. അത് പിന്നെ എതിർക്കാനോ, പിന്നെ ഈ എല്ലാ മതങ്ങളിലും നമുക്ക് കാലഘട്ടത്തിന് നിരക്കാത്തതും നിരക്കുന്നതും ഒക്കെ ഉണ്ടാവും. അതെ, എല്ലാ മതത്തിലും ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു വന്ന നമ്മൾ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. എന്നാലും നമുക്ക് തിരിച്ചു വരുമ്പോൾ സി പി എമ്മിന് ഇതറിയാം. ഇത് ഈ മുസ്ലിം പ്രീണനം എന്നുള്ള അലിഗേഷനാണ് ഈഴവ കമ്മ്യൂണിറ്റിയെ അകറ്റിയതെന്ന് സി പി എമ്മിന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ സി പി എം അമ്പേ പരാജയപ്പെട്ടു പോയി. പക്ഷേ സി പി എം എങ്ങനെ തിരുത്തുമെന്നുള്ളതാണ്. അപ്പോൾ തിരുത്തി ഈ വിട്ടുപോയ ഈഴവ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുമോ എന്നതനുസരിച്ചിരിക്കും കേരളത്തിലെ ഭാവി രാഷ്ട്രീയം. ശരിയല്ലേ? അതെ. അതായത് ഈ നമ്മൾ പഴയ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ന്യായം പറയുക എന്ന് പറയും. അത് മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, അവൻ ചെയ്താൽ തെറ്റാണെന്ന് പറയുകയും, അതെ, അവൻ ശരി ചെയ്താൽ ശരിയാണെന്ന് പറയുകയും, ഈ ന്യായം പറയണം പാർട്ടി. അല്ലാണ്ട് മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടുമോ, ക്രിസ്ത്യാനിയുടെ വോട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടുമോ, അതിനനുസരിച്ച് ഇങ്ങനെ ഒപ്പിക്കൽ, അതുകൊണ്ടൊന്നും കാര്യമില്ല. അതെ, ഇത് വളരെ പ്രധാനമാണ്. ഇത് പിണറായി വിജയനോടും എം വി ഗോവിന്ദനോടും മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ CPM കേഡർമാരോടുമാണ് ഈ വർത്തമാനം. അങ്ങനെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.